സന്തോഷത്തോടെ ഇന്ന് രാത്രിയിലും ദൈവവചന ചിന്തയ്ക്കായി കടന്നു വന്നിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Greetings to everyone who have come joyfully here once again to listen to the word of God. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. Tonight again the presence of the Holy Spirit is in our midst. കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നമുക്കായി. The great expectation that the Spirit of God would speak to us, let us be here. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇന്നലെ രാത്രിയിലെ ചിന്തയ്ക്കായി നമ്മൾ വായിച്ചത്. Yesterday we read a scripture from the New Testament that is the most important. ഇന്ന് രാത്രിയിലെ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം നമ്മുടെ ചിന്തയ്ക്കായി വെക്കുകയാണ്. Tonight I present before you a scripture that is the most important of the Old Testament. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമ്മൾ വായിക്കും. Let us turn to Joel chapter 2 verse 28. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമ്മൾ വായിച്ചിരിക്കുന്നത്. We have just read a scripture that is the most important of this Old Testament. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. Joel chapter 2 verse 28. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. And afterward I will pour out my spirit on all people. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your sons and daughters will prophesy. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. Your old men will dream dreams. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. Your young men will see visions. പഴയ നിയമ പ്രവചനങ്ങളുടെ കൂട്ടത്തിലെ അതിശക്തമായ പ്രവചനമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. And we have just read a prophecy of what is among the most important, powerful of the old. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനമാണ് ഇപ്പോൾ വായിച്ചു കേൾക്കപ്പെട്ട ഈ ഭാഗം. Or in other words, this is a prophecy that is applicable of this time. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുവാനുള്ള കാരണം അതിന്റെ നിവൃത്തിയാണ്. And the importance and significance of it increases because it is fulfilled. അങ്ങനെയെങ്കിൽ ഈ പ്രവചനത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുവാനുള്ള കാരണവും ഇതിന്റെ നിവൃത്തി തന്നെയാണ്. And if that be so, this scripture is also in greater significance because it is being fulfilled. നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇതിന്റെ നിവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും. When we come to the New Testament in Acts of the Apostles chapter 2, we see the fulfillment of it. പെന്തക്കോസ്ത് നാളിൽ മാളികമുറിയിൽ കൂടിയിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ On the കഴിയും. day of Pentecost, when the people were in the upper room, we see that this being is fulfilled. പിടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. And as cloven tongues, the Spirit came upon them. അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ Spoke in തുടങ്ങി. unknown tongues. അത്ഭുതങ്ങളും അടയാളങ്ങളും അന്ന് വെളിപ്പെടുവാനിടയായി. And signs and wonders were revealed. ആയിരക്കണക്കിന് ആളുകൾ സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായി മാറ്റപ്പെട്ട ദിവസമായിരുന്നു അന്നേ That ദിവസം. was the day that thousands of people were inheriting the kingdom of God. ഈ പ്രവചനത്തിന്റെ വ്യക്തമായ നിവൃത്തി പെന്തക്കോസ്ത് നാളോടുകൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And very specifically, this prophecy was fulfilled from the day of Pentecost. പക്ഷേ പെന്തക്കോസ്ത് നാളോടുകൂടെ ഈ പ്രവചനത്തിന്റെ നിവൃത്തി സമ്പൂർണ്ണമാകുകയല്ല ചെയ്തത്. അന്ന് അവിടെ പ്രവചനത്തിന്റെ നിവൃത്തി ആരംഭിക്കുകയാണ് The day ചെയ്തത്. of Pentecost, this was not completed, but it was only the beginning and the fulfillment of the scripture. ഇന്നും അതൊരു ഓൺഗോയിങ് പ്രോസസ്സായി ആരൊക്കെ പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുവോ, ആരൊക്കെ അവരോട് ആത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുവോ അവരെ നിറയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തനായ ദൈവമാണ്. Even today, anyone who is earnestly awaiting for the power of the Holy Spirit, Hallelujah. the Lord is filling them with this anointing. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? ഹല്ലേലൂയ. Hallelujah. ഈ വേദഭാഗത്തിൽ നിന്ന് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. We have heard many messages from this portion. ഒരുപക്ഷേ ഇതേ സെയിം പുൾപിറ്റിൽ അനവധി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. Maybe even from the same stage you may have heard many messages. കാരണം ഞാൻ പറഞ്ഞുവല്ലോ ഈ കാലഘട്ടത്തിന്റെ പ്രവചനമാണ് ഈ പ്രവചനം. And this is a prophecy applicable to this time. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ ഇറങ്ങുവാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത്. Therefore, I do not desire to go in the depth of this word. ഈ വാക്യത്തിലെ ആ ക്യാച്ചിങ് വേർഡ് അതിന്റെ തുടക്കത്തിലെ പദപ്രയോഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരിക. I bring to your attention the introduction of this word. വേദപുസ്തകത്തിലെ അതിശക്തമായ പ്രവചന ഭാഗം യോവേൽ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുമ്പോൾ ഒരു വാക്കിന്റെ ആരംഭത്തോടുകൂടെ ഒരു വാക്യനോടുകൂടെയാണ് ആ പ്രവചനം ആരംഭിക്കുന്നത്. And as this verse is the prophecy of the most important time is given by Joel the prophet, he starts with a word. And afterwards, അതിന് ശേഷമോ, And afterward, ഹല്ലേലൂയ, അതിനുശേഷമോ, and afterwards, ഹല്ലേലൂയ, അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ and പകരും. afterwards I will pour out my spirit upon all. അപ്പോൾ അതിനുശേഷമോ എന്ന പദത്തിന് വലിയ ഒരു പ്രാധാന്യം ഈ പ്രവചനത്തോട് ചേർന്ന് ഉണ്ട്. And therefore the word afterwards has great significance with regard to this prophecy. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. And afterward I'll pour out my spirit upon all flesh. അതിനുശേഷമോ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your sons and daughters will prophesy. അതിനുശേഷമോ നിങ്ങളുടെ
നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. Afterwards, your old men will dream. അതിനുശേഷമോ നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. Afterwards, your young men will see visions. അതിനുശേഷമോ നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ എന്റെ ആത്മാവിനെ പകരുവാനിടയാണ്. And afterwards, your servants, both men and women, will ഈ പറയപ്പെട്ട ഓരോ ദർശനങ്ങളുടെ നിവർത്തിയും വെളിപ്പെടുന്നതിന് മുന്നോടിയായി അഥവാ അതിനുശേഷമോ എന്ന പദപ്രയോഗം ഇവിടെ ചേർത്ത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. It is important that we use the word afterwards as we describe each one of these instances. ദർശനങ്ങൾ വ്യക്തികൾ കാണുവാൻ പോകുന്നു. People are going to see visions. വെളിപ്പാടുകൾ കാണാൻ പോകുന്നു. They're going to see prophecy. ആത്മാവിന്റെ വലിയ പകർച്ചയുണ്ടാകാൻ പോകുന്നു. A great outpouring of the Holy Spirit. സകല ജനത്തിന്മേലും ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ പോകുന്നു. Power will be revealed in all flesh. പക്ഷേ ഇതൊക്കെ സംഭവിക്കപ്പെടുന്നത് ചിലതിന് ശേഷമാണ്. And all these things will happen afterwards. And afterwards അഥവാ അതിനുശേഷമോ എന്ന പദം എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യമുണ്ട് അതിനു മുൻപ് എന്ന പദം. And all these things that will happen afterwards is important. The same thing that happened prior to that is as important. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്ത അതാണ്. അന്ത്യകാലത്ത് സകലജനത്തിന്മേലും പരിശുദ്ധാത്മ പകർച്ച വെളിപ്പെടുന്നതിന് മുന്നോടിയായി അഥവാ അതിനോട് ചേർന്ന് വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ, ദേശത്തിൽ നടക്കപ്പെടേണ്ട വിടുതലുകൾ ഏതെല്ലാം. And that is our meditation tonight as to what ought to happen in the lives of individuals or families or churches or nations prior to this happening. New Life Crusadeന്റെ 24th annual convention ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുമ്പോൾ as we are here together in this 24th annual convention of New Life Crusade, പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണ്. and we are expecting the power of the Holy Spirit. ആത്മനിറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. We expect the power or pouring of the Holy Spirit. ദർശനങ്ങൾ കാണുവാൻ താല്പര്യപ്പെടുന്നു. We desire to see visions. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കണമെന്ന താല്പര്യത്തോടു കൂടിയാണ്. We pray that our children would prophesy. നമ്മുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കണമെന്ന താല്പര്യം നമുക്കുണ്ട്. We have a desire that our young people would see visions. ആത്മനിറവിൽ നമ്മുടെ സഭകൾ വളരണം എന്ന താല്പര്യത്തോടെയാണ് ദൈവദാസന്മാരായിരിക്കുന്നത്. The servants of God are here with expectation that our churches would grow in ഈ the Holy Spirit. പ്രതീക്ഷയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ As we are here with such a great expectation, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. one thing we ought to understand. പരിശുദ്ധാത്മാവിന്റെ പകർച്ചയും അതിനോട് ചുവടെയുള്ള വിടുതലുകളും ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് മുന്നോടിയായി ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കപ്പെടേണ്ടതുണ്ട്. The Holy Spirit is outpoured on all such people, and there will be redemption. There ought to be certain signs and wonders that ought to happen. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യോവേൽ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. In order for us to understand this, we ought to understand this prophecy of Joel. പുസ്തകത്തിലെ പ്രവചനങ്ങളെല്ലാം ഏറെക്കുറെ ഭൂരിഭാഗം പ്രവചനങ്ങളും കൂടുതലുമായി വിശദമാക്കുന്നത്, വിവരിക്കുന്നത് വരുവാനുള്ള ന്യായവിധിയെ കുറിച്ചാണ്. And most of the prophecies of this book is written about the coming judgment of the people. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ കൂട്ടത്തിലെ ഭൂരിപക്ഷമായ പ്രവചനങ്ങളും ലോകത്തിലെ ജാതികൾക്ക് സംഭവിക്കുവാനുള്ള ന്യായവിധിയെ കുറിച്ച് പ്രവചിക്കുന്ന പുസ്തകങ്ങളാണ്. A majority of the prophecies of the books of this Bible is about the judgment that ought to happen to the Gentile nations of this world. പക്ഷേ യോവേൽ പ്രവചനവും വ്യത്യസ്തമല്ല. And this book of Joel is not unlike it. ഇതിനകത്തും ജാതികൾക്ക് ഉണ്ടാകുന്ന ന്യായവിധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Even here also is described the judgment of പക്ഷേ Gentiles. ഈ പ്രവചനം ഏറ്റവും കൂടുതലായി നിൽക്കപ്പെടുന്നത് ലോകത്തിലെ ജാതികൾക്കുണ്ടാകുന്ന ന്യായവിധിയെ എന്ന ആശയമല്ല, ദൈവജനമായ സിയോൻ മക്കൾക്ക് ഇസ്രായേൽ ജനത്തിന് സംഭവിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ചിത്രീകരിക്കുന്ന പുസ്തകമാണിത്. But what is more importantly described in this book is about the judgment that ought to happen to the children of Zion, the people of Israel. സിയോൻ മക്കൾ എന്ന ഓമന പേരിനാൽ അറിയപ്പെട്ട ദൈവജനം, And the people of God who are known by their loved name to the children of Zion. പാലസ്തീൻ നാടിനെ അവകാശമായി താമസമാക്കിയ ദൈവജനം, And the people who had inherited and lived in the land of Palestine. അനേകമായ ദൈവിക അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ട ദേശം. And the land that was filled with great multitude. പക്ഷെ സംഭവിക്കപ്പെട്ടത് ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്ന് അവർ അനുഗ്രഹിക്കപ്പെട്ട് ഉയർന്നതിനനുസരിച്ച് പതുക്കെ ദൈവസന്നിധി വിട്ട് അവർ അകന്നു പോകുവാൻ തുടങ്ങി. But what had happened is that as they received greater and greater blessings, they withdrew themselves from the blessings of God. എത്രമാത്രം അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കൊടുത്തുവോ, As many as they have received the blessings of God, അത്രമാത്രം അവർ ദൈവത്തിൽ നിന്ന് അകലുവാൻ തുടങ്ങി. as much they started to backslide from the blessings of ഒരിക്കൽ അവർ God. പ്രാർത്ഥിക്കുന്നവരായിരുന്നു. Once they used to pray, അവരുടെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോയി. and their prayer withdrew. നന്നായി ആരാധിക്കുന്നവരായിരുന്നു. They used to worship well, ആരാധനകളിൽ വിള്ളലുണ്ടായി. and they started to have a gap in their prayer. ഉപവാസത്തിന് പ്രാധാന്യം കൊടുത്ത സമൂഹമായിരുന്നു ഇസ്രായേൽ. A group of people, Israelites, had given significance to ഉപവാസത്തിൽ fasting. നിന്നും അവർ പിറകോട്ട് പോയി. They went back from fasting. ആത്മീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ദൈവജനത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു
നഷ്ടപ്പെടുവാനിടയായി. And the people of God who had given significance to spiritual matters started to reduce the importance of it. ദൈവവും ജനവും തമ്മിലുള്ള അകലം നന്നായി വർദ്ധിക്കപ്പെട്ടു. And there was a great divide between God and his people. ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് വിട്ട് അകന്നുപോയ ദൈവജനത്തിനെ ന്യായം വിധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് തീരുമാനിച്ചു. Such a group of people that had withdrawn from him, God decided to have judgment on them. ദൈവ പൈതലെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധി വിട്ട് അകന്നു പോകുന്നത് ദൈവത്തിന്റെ ആത്മാവിന് ഇഷ്ടമല്ല. And God and the Spirit does not like for you and I to withdraw ourselves from the Spirit of God. ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുന്നതിന്റെ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവനോട് ചേർന്ന് അവനെ ആരാധിക്കുകയും അവനെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ്. The main goal of which why he gives us the Holy Spirit is that we would be one with him and that we would worship him. ഈ പ്രാധാന്യം നഷ്ടപ്പെടുമ്പോൾ, And when the significance is lost, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ, ദേശത്തിൽ ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ തുടങ്ങും. and the judgment of God comes upon individuals and families and churches and nations. ഇതേ പ്രശ്നം തന്നെ ഇസ്രായേൽ ജനത്തിന് സംഭവിക്കപ്പെട്ടു. And the same problem had appeared upon Israel. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് Because the people of God had backslidden from ദൈവം God, അവരെ തൊടുവാൻ തുടങ്ങി. God started to touch them. ദൈവം അവർക്ക് നന്മ വന്ന വഴികളെ തൊടുവാൻ തുടങ്ങി. And God started to touch their blessings. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കുക, ദൈവത്തിൽ നിന്നും അകന്നു പോകപ്പെട്ട എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം തരുന്ന വഴികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടുവാൻ തുടങ്ങി. And the places and ways that God had blessed us, we know that the Holy Spirit will start to touch and hinder them from us. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് ആരാധനകൾ വിട്ട്, ഉപവാസം വിട്ട്, പ്രാർത്ഥനകൾ വിട്ട് നമ്മൾ പിറകോട്ടാകപ്പെട്ട അനുഗ്രഹം വരുന്ന വഴിയെ തൊടുന്നവനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. If we grieve the Holy Spirit and withdraw ourselves from the way of prayer and fasting, the Holy Spirit will touch and make an obstacle in such a way. ഇസ്രായേൽ ദേശത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, As we studied about the people of Israel, പാലസ്തീൻ നാടിന്റെ ചിത്രം നമ്മൾ പഠിച്ചാൽ, we studied the geography of Palestine. ഇസ്രായേൽ മക്കളുടെ അനുഗ്രഹത്തിന്റെ സിരാ കേന്ദ്രം എന്ന് പറയപ്പെട്ടത് അവരുടെ അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു, അവരുടെ കാർഷികാദായങ്ങളായിരുന്നു. And the way that the people, the land of Israel was blessed is because of the prosperity of the agriculture. ഇലവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും ശക്തമായി നടക്കപ്പെട്ട ദേശമായിരുന്നു ഇസ്രായേൽ നാട്. The land of Palestine was abundant in wheat and barley. അത്തിവൃക്ഷത്തിന്റെ ഫലശേഖരത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദേശമായിരുന്നു പാലസ്തീൻ And നാട്. it was abundant with many fig trees. മുന്തിരിവള്ളി എന്നത് ലഭ്യമായ മുന്തിരി വീഞ്ഞിന് പേര് കേൾക്കപ്പെട്ട സ്ഥലമായിരുന്നു പാലസ്തീൻ നാട്. And it was flowing with the grape wines, and that was blessed by that land. ഒലിവ് മരത്തിൽ നിന്ന് കിട്ടപ്പെടുന്ന ഒലിവെണ്ണയ്ക്ക് ഫേമസ് ആയ കേൾവി കേൾക്കപ്പെട്ട സ്ഥലമായിരുന്നു പാലസ്തീൻ നാട്. Palestine was known and famous for the oil that came out of the olive branch. എന്നാൽ സംഭവിക്കപ്പെട്ടത് എന്താണെന്നറിയാമോ? But you know what happened? ദൈവ വഴിവിട്ട് അവർ അകന്നു പോകുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ അനുഗ്രഹങ്ങളുടെ സ്ഥിരാകേന്ദ്രമായ കാർഷിക ആദായങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങി. As the people of Israel started to withdraw from the presence of God, God started to touch the agricultural prosperity of the land. മാതള നാരകങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അവ. It had an abundance of pomegranates, ഈത്തപ്പനകൾ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു പാലസ്തീൻ നാട്. an abundance of figs and fruits, നാരകം യഥേഷ്ടമായി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അത്. and it had an abundance of പക്ഷെ പരിശുദ്ധാത്മാവ് അവർ ദൈവത്തിന്റെ വഴിവിട്ട് അകന്നു പോകുന്നത് കണ്ട് ഇപ്പോൾ പ്രസ്താവിക്കപ്പെട്ട ഓരോ അഗ്രികൾച്ചർ സെക്ടറിനെയും ന്യായവിധി അയച്ച ദൈവം അവരെ തൊടുവാൻ തുടങ്ങി. As God started to see the people of Israel withdraw themselves from God, He started to touch every avenue of the blessing. നാലാം വാക്യം നോക്കിയാൽ ഇസ്രായേൽ ജനത്തിന് സംഭവിക്കപ്പെട്ട ന്യായവിധിയുടെ സംക്ഷിപ്തമായ രൂപം അവിടെ കൊടുത്തിട്ടുണ്ട്. When you look at Joel chapter 1 verse 4, you see a summary of what happened. ഒന്നാം അധ്യായം നാലാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ, Let us turn our attention to chapter 1 verse 4. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. And what the locust swarm has left, the great locust has eaten, and what the great locusts have left, the young locusts have eaten. What the young locusts have left, other locusts have eaten. ദൈവത്തിന്റെ ജനത്തിന് സംഭവിക്കപ്പെട്ട ന്യായവിധിയുടെ ചിത്രമാണ് ഈ വാക്യം നമുക്ക് This തരുന്നത്. is an image of what happens to the people when they withdraw themselves from God. ദൈവിക അനുഗ്രഹങ്ങൾ യഥേഷ്ടമായി പ്രാപിക്കപ്പെട്ടിട്ടും അതിൽ നിലനിൽക്കപ്പെടാതെ ആരാധനകളിൽ അവർ പുറകോട്ട് പോയപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒന്നാമത്തെ ചിത്രമായി ദേശത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തുള്ളനെ പറഞ്ഞയക്കുവാനിടയായി. And when the people of God have withdrawn from worship, the very first thing we see is a swarm of locusts that come upon the land. കൊയ്ത്തിന് വിളവായി കിടക്കപ്പെട്ട വയലേലകളിലേക്ക്, യവക്കൊയ്ത്തിനും കോതമ്പ് കൊയ്ത്തിനും ഭാഗമായി കിടക്കപ്പെട്ട ഏക്കർ കണക്കിലുള്ള വയലേലകളിലേക്ക് ലക്ഷോപലക്ഷമായി സംഭാരവാദികളായി കടന്നു വരുന്ന തുള്ളനെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞയച്ചു. And when they had withdrawn themselves from worshiping God, there were acres and acres of wheat and rye that was touched by the swarm of locusts. അവൻ തുള്ളൻ കടന്നു വന്ന സകല നന്മകളെയും തിന്നുവാൻ തുടങ്ങി. And then the locusts started to come and eat of that grain. അവരുടെ കൊയ്ത്തിന്റെ നന്മകൾ നഷ്ടമാകപ്പെട്ടു. The
blessings of that agriculture was lost. അവരുടെ ധാന്യമണികൾ നഷ്ടമാകപ്പെട്ടു. The grain was lost. ഇത് കണ്ടുകൊണ്ട് ഇസ്രായേൽ മക്കൾ പറഞ്ഞു, and then the people of Israel said, സാരമില്ല, നഷ്ടപ്പെടട്ടെ, ശേഷിപ്പുണ്ടാകുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. The people of Israel said, that is okay, the people will continue to live with what is left over. മാനസാന്തരപ്പെടുവാൻ അവർ തയ്യാറായില്ല. They were